ഒരേ കമ്പനിയുടെ ഒരേ വാഹനം രണ്ടു പേര് മാറി ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് മൈലേജ് ലഭിക്കും, ചിലർക്ക് മൈലേജ് കുറയുന്ന സാഹചര്യം വരും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? ഇനി മൈലേജ് കുറയാതിരിക്കാനായിട്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മളൊരു പുതിയ വണ്ടി മേടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പഴയ വണ്ടി മേടിക്കുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു മെയിൻ പോയിന്റ് ആണ് നമ്മുടെ വണ്ടിക്ക് മൈലേജ് കിട്ടുമോ എന്നുള്ളത്. ഒരേ കമ്പനിയുടെ ഒരേ വാഹനം രണ്ടു പേര് മാറി ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് മൈലേജ് ലഭിക്കും, ചിലർക്ക് മൈലേജ് കുറയുന്ന സാഹചര്യം വരും. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് മൈലേജ് ലഭിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്താൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകുക. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു മൈലേജ് നല്ല രീതിയിൽ ലഭിക്കാൻ AC ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ആദ്യം ഒന്ന് പറയാം. ഇപ്പോൾ ഒരു പഴയ വാഹനത്തിലാണ് ഇത് നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു പുതിയ വണ്ടിയാണെങ്കിലും AC ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മൈലേജ് നല്ല രീതിയിൽ ലഭിക്കുന്നതാണ്. വേനൽക്കാലമായിക്കോട്ടെ മഴക്കാലമായിക്കോട്ടെ AC ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, വാഹനത്തിൽ കയറിയാൽ ഉടൻ തന്നെ AC ഇടാതിരിക്കുക. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് വാഹനത്തിൽ ഉൾവശമൊക്കെ കുറച്ച് ഹീറ്റായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. വണ്ടിയിൽ കയറുക, ഗ്ലാസ് എല്ലാം താഴോട്ട് താഴ്ത്തിയിടുക, ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് മൂവ് ആക്കുക. ഈ സാഹചര്യങ്ങളിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ചൂടായിട്ടുള്ള എയർ പുറത്തേക്ക് പോവുകയും നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫ്രഷ് എയർ ലഭിക്കുകയും ചെയ്യും. മഴക്കാലമാണെങ്കിൽ നമുക്ക് ഗ്ലാസ് താഴ്ത്തിയിടാനായിട്ട് കഴിയില്ല. എന്നാൽ ചെറിയ തണുപ്പുള്ള സാഹചര്യമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഗ്ലാസ് കുറച്ച് താഴോട്ട് താഴ്ത്തിയിടുക. അപ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു എയർ പോകുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. ഫ്രഷ് എയർ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും. അതിനുശേഷം വണ്ടി ഒന്ന് ഓടി തുടങ്ങിക്കഴിഞ്ഞാൽ പവർ വിൻഡോകളെല്ലാം കയറ്റി ഇട്ടതിന് ശേഷം നമ്മൾ AC ഇടുന്നു. AC ഇടുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് റീസർക്കുലേഷൻ മോഡിലേക്ക് നിങ്ങൾ ACയുടെ നോബ് മാറ്റുക. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു, ബ്ലോവർ ഫാനിന്റെ സ്പീഡ് ഇപ്പം ഞാൻ 1 പോയിന്റിലേക്ക് ആക്കുന്നു. ശേഷം എന്ത് ചെയ്യുന്നു? റീസർക്കുലേഷൻ മോഡിലേക്ക് നമ്മൾ ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രഷ് എയർ മോഡാണ്. പ്രധാനമായിട്ടും നമ്മൾ റീസർക്കുലേഷൻ മോഡിലിട്ട് AC ഉപയോഗിക്കാനായിട്ട് പറയുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, റീസർക്കുലേഷൻ മോഡിൽ വരുമ്പോൾ അത് കാറിനുള്ളിലെ വായുവിനെ മാത്രം തണുപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. പുറത്തു നിന്നുള്ള ചൂടുകാറ്റിനെ തണുപ്പിക്കേണ്ട ആവശ്യം കുറയുന്നത് കൊണ്ട് ACയുടെ കംപ്രസറിന് കുറഞ്ഞ പവർ മാത്രം മതിയാകും. ഇത് എഞ്ചിന്റെ ഭാരം കുറയ്ക്കുകയും ഇന്ധനക്ഷമത കൂട്ടുകയും ചെയ്യും. AC ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പോയിന്റ്, ഒരു ലോങ് ഡ്രൈവ് പോകുന്നു, നമ്മളുടെ വാഹനത്തിൽ ഒരുപാട് ആൾക്കാരുമുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കൂടുതൽ നേരം റീസർക്കുലേഷൻ മോഡിലിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല. ഇടയ്ക്ക് നിങ്ങൾ ഫ്രഷ് എയർ മോഡിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ഗ്ലാസ് ഒക്കെ കയറ്റിയിട്ടാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഉള്ളിലുള്ള എയറിനെ റീസർക്കുലേറ്റ് ചെയ്താണ് AC ആക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലോങ് ഡ്രൈവ് പോയി കഴിഞ്ഞാൽ പല ആൾക്കാർക്കും തലവേദന, വോമിറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം പുറത്തുനിന്ന് ഒരു ഫ്രഷ് എയർ വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇടയ്ക്ക് ഫ്രഷ് എയർ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുക. ഒപ്പം തന്നെ അനാവശ്യമായിട്ട് AC ഉപയോഗിക്കാതിരിക്കുക. അതായത് നമ്മൾ ACയുടെ ബ്ലോവർ ഫാനിന്റെ സ്പീഡ് പരമാവധി 1-2 ലെവലിലേക്ക് മാത്രം ആക്കിയിടുക. അപ്പം നമുക്ക് വാഹനത്തിന്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള ഒരു തണുപ്പേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഒപ്പം തന്നെ കൂടുതലായിട്ട് കംപ്രസർ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമോ അല്ലെങ്കിൽ ഫ്യൂവൽ കത്തിത്തീരേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. അപ്പം തന്നെ നമുക്ക് തണുപ്പ് അധികം വേണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ തണുപ്പ് വരുന്ന മോഡ്, ആ നോബ് നിങ്ങൾ കുറച്ചിടുക. കുറച്ച് ഏകദേശം പകുതിയോടൊക്കെ അടുത്താണ് ഇടുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് തണുപ്പ് വാഹനത്തിന്റെ ഉള്ളിൽ വരാതെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇനി മൈലേജ് കുറയാതിരിക്കാനായിട്ട് ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാം. എന്ത് ചെയ്തു? ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തിടുകയാണ്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. എന്നിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് ചില ആൾക്കാർ അമിത ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കും. അങ്ങനെ എടുക്കാനായിട്ട് പാടില്ല. അത് നമുക്ക് കൂടുതൽ ഫ്യൂവൽ കത്തിത്തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുക, ആക്സിലറേറ്റർ പെഡലിലേക്ക് വെച്ചോ, കാല് വെച്ചോ, എന്നിട്ട് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാല് റിലീസ് ചെയ്ത് നമ്മൾ വണ്ടി മൂവ് ആകുന്ന ഹാഫ് ക്ലച്ച് പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക. ബാലൻസ് ചെയ്ത് പിടിച്ചിട്ട് വീണ്ടും പതിയെ ക്ലച്ചെ നയിക്കുമ്പോൾ വണ്ടി ക്ലച്ചെ റൺ ആകുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിൽ വന്നിട്ട് വണ്ടിയെ പതിയെ മുന്നോട്ട് നീക്കുന്നതിനനുസരിച്ചിട്ട് ലൈറ്റായിട്ട് ഒരു ആക്സിലറേഷൻ ചെറുതായിട്ട് കൊടുത്തിട്ട് സെക്കൻഡ് ഗിയർ ഒക്കെ ഇടുന്ന സമയത്ത് ഒരു കാരണവശാലും ആക്സിലറേഷൻ ചവിട്ടി പിടിച്ച് സെക്കൻഡ് ഗിയർ കൊടുക്കരുത്. ഒരു ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കുക. ഉടൻ തന്നെ ആക്സിലറേഷൻ അയച്ചേക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. ചില ആൾക്കാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ് കൊടുത്ത് പിടിച്ചിട്ട് എന്ത് ചെയ്യും? ആക്സിലറേഷൻ അയച്ച് ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയർ ഇടും. അങ്ങനെ ഇടുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കൂടുതൽ ഫ്യൂവൽ കത്തി തീരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്
അനാവശ്യമായിട്ട് ചവിട്ടി ആക്സിലറേഷൻ പിടിച്ച് ഓടിക്കരുത്. നമുക്ക് വാഹനത്തിൻ്റെ വേഗത അനുയോജ്യമായിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുകയും ആക്സിലറേഷൻ അയച്ചും ഒക്കെ വാഹനം ഡ്രൈവ് ചെയ്യും. ഇപ്പം ഞാൻ ഇതുകൊണ്ട് സെക്കൻഡ് ഗിയറിൽ കയറ്റം കയറി വരികയാണ്. സാവധാനം ആക്സിലറേഷൻ ഞാൻ ഇതുകൊണ്ട് പതിയെ മുന്നോട്ടൊന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഇതുകൊണ്ട് പതിയെ ഒന്ന് അയച്ച് വീണ്ടും പതിയെ ചെറുതായിട്ടൊന്ന് കൊടുത്ത് നമ്മളിതുകൊണ്ട് വാഹനം ഇങ്ങോട്ട് കയറി വരുന്നു. വീണ്ടും ഒരു റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് സ്പീഡാക്കിയാൽ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കണം. ക്ലച്ച് എന്നിട്ട് നമ്മൾ ഉടൻ തന്നെ കാല് റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലേക്ക് വന്നു. ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറിൽ അധിക ദൂരം ഓടിക്കരുത്. അത് ഡ്രൈവിംഗ് പഠിക്കുന്നവരുടെ ഒരു മെയിൻ മിസ്റ്റേക്കാണ്, സെക്കൻഡ് ഗിയറിൽ അധിക ദൂരം ഓടിക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉടൻ തന്നെ തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. വീണ്ടും പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് മൂന്നാമത്തെ ഗിയറിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ വാഹനം സ്മൂത്ത് ആകും. നമുക്ക് അവിടെ ഫ്യൂവൽ ലാഭിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. വീണ്ടും ചെയ്യേണ്ടത് ചെറിയ ഇടയ്ക്ക് തന്നെ എന്ത് ചെയ്യണം, ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പം നാലാമത്തെ ഗിയറിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പം നാലാമത്തെ ഗിയറിലാണ് എൻ്റെ വണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ബ്രേക്ക് ബാലൻസ് ചെയ്ത് ഞാൻ വരുന്നു. പതിയെ ആക്സിലറേഷൻ കൊടുത്തതുകൊണ്ട് ഫോർത്ത് ഗിയർ വരികയാണ്. ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഇവിടുന്ന് പുറകിൽ ഒരു വാഹനമുണ്ട്. ഞാൻ വണ്ടിയെ കയറ്റി വിടാനായിട്ട് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ബാലൻസ് ചെയ്ത് സൈഡ് ഒതുക്കി ഗിയർ ഡൗൺ ചെയ്ത് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. വാഹനത്തെ കയറ്റി വിടുന്നു. അതുകൊണ്ട് മൂന്നാമത്തെ ഗിയറിലേക്ക് വരുന്നു. വീണ്ടും ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്താൽ ഉടൻ തന്നെ ഫോർത്ത് ഗിയറിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അടുത്തൊരു ഗിയറിലേക്ക് വന്നു. അങ്ങനെ എല്ലാ ഗിയറും പരമാവധി ഇട്ട് ഡ്രൈവ് ചെയ്യുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഫിഫ്ത്ത് ഗിയറിലും കൂടെ ഇട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള റോഡിൽ നിങ്ങൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. ഒപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള ആക്സിലറേഷൻ പരമാവധി ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഒഴിവാക്കുക. ഇപ്പം ഞാനിതുകൊണ്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു, മെല്ലെ ബ്രേക്ക് വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു. തേർഡ് ഗിയറിൽ നിന്ന് പതിയെ സെക്കൻഡ് ഗിയർ കൊടുത്ത് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തപ്പോൾ തന്നെ വണ്ടി നീങ്ങി. അതിനുശേഷം പതുക്കെ ആക്സിലറേഷൻ കൊടുത്ത് ഇതുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ താളത്തിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. എല്ലാ ഗിയറും ഇട്ട് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കണം. ആവശ്യാനുസരണം മാത്രം ആക്സിലറേഷൻ കൊടുത്ത് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ ലാഭിക്കാനായിട്ട് സാധിക്കും. അത് മുഖാന്തരം നമുക്ക് മൈലേജ് വാഹനത്തിന് ലഭിക്കും. ഒരു ഗിയറിൽ തന്നെ ദീർഘദൂരം പോകാതിരിക്കും. ഇപ്പം ഞാനിവിടെ സെക്കൻഡ് ഗിയർ വരികയാണ്. ഈ കയറ്റം നമുക്ക് സെക്കൻഡിലേ പോകാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മൾ സെക്കൻഡിൽ വരുന്നു. ഇവിടെ കയറി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, റോഡ് സ്ട്രെയിറ്റ് ആണെന്നുണ്ടെങ്കിൽ ലാഗ് ഇല്ലാതെ തന്നെ നമ്മൾ തേർഡ് കൊടുക്കണം, ലാഗ് ഇല്ലാതെ ഫോർത്ത് കൊടുക്കണം. പറ്റുമെന്നുണ്ടെങ്കിൽ ഫിഫ്ത്തും സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിൽ കൊടുക്കുക. ഒത്തിരി സ്പീഡിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഞാനൊരു 30 കിലോമീറ്റർ അടുത്ത സ്പീഡിൽ ഇതുകൊണ്ട് തേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ലൈറ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്തു, ഫോർത്തിലേക്ക് ആക്കി. വീണ്ടും ലൈറ്റായിട്ട് ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു സ്പീഡാക്കി അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇപ്പം ഞാൻ ഇട്ടു. കണ്ടോ, ഇപ്പോൾ ഫിഫ്ത്ത് ഗിയർ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈലേജ് ലാഭിച്ചുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിന് മൈലേജ് കുറയാതെ ഡ്രൈവ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ്സ് ആണ് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. വീഡിയോ പ്രയോജനം ചെയ്താൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എഴുതിയിടുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.